ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്യുവറ്റിന്റെ കോമൺ മാത്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം കോർ മാത്തമാറ്റിക്സ് എഴുതുന്നവർക്കും അപ്ലൈഡ് മാത്തമാറ്റിക്സ് എഴുതുന്നവർക്കും രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ എല്ലാവരും കീമും ജെയും എഴുതണമെന്നില്ല. ഒരുപാട് UG ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുന്നവർ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അഡ്മിഷന് വേണ്ടി ക്യുവറ്റ് എക്സാം എഴുതുന്നവർക്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ കോമൺ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. കോമൺ മാത്സിലെ 15 ക്വസ്റ്റ്യൻ അത്രയൊന്നുമില്ല. ജസ്റ്റ് ബേസിക്സ് 12th ഗ്രേഡിന്റെ ബേസിക്സ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനന്റ്, ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ്, പ്രോബബിലിറ്റി, ഈ ചാപ്റ്ററിലുള്ള ബേസിക്സ് കാര്യങ്ങൾ വെച്ചിട്ട് ആ 15 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഈ 3 ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്ന് ഇവിടെ ചെയ്യുന്ന നോക്കിക്കോ. എന്താണ് ഫസ്റ്റ് കോൺസെപ്റ്റ്? മാട്രിക്സസ് ആൻഡ് ഡിറ്റർമിനന്റുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പിക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പം ആ ടോപ്പിക് ആയിരിക്കും ഓൺ ഗോയിങ്. സോ AB മൈനസ് BA എന്താണ്, ഏത് മാട്രിക്സ് ആണെന്ന് ചോദിച്ചത്? A and B are skew miscible. സോ A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു വാട്ട്? A B ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു B. കാരണം A and B and സിമെട്രിക് മാട്രിക്സ് ആണ്. സോ AB മൈനസ് B ഏത് മാട്രിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ ഓൾ ട്രാൻസ്പോസ് എടുക്കണം. കാരണം നമുക്ക് ഓൾ ട്രാൻസ്പോസ് എടുത്താൽ ഇത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് മനസ്സിലാവും. സോ ഓൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. A മൈനസ് B ഓൾ ട്രാൻസ്പോസ് എന്നാണ് A ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് AB ഓൾ ട്രാൻസ്പോസ് മൈനസ് BA ഓൾ ട്രാൻസ്പോസ്. ഇനി വീണ്ടും നമ്മൾ AB ഓൾ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി എന്താണ്? B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് മൈനസ് ഇവിടെ A ട്രാൻസ്പോസ് ഇൻറ്റു B ട്രാൻസ്പോസ്. റിവേഴ്സ് ഓർഡറിൽ വരും. B ട്രാൻസ്പോസ് B ആണ്, A ട്രാൻസ്പോസ് A ആണ്, മൈനസ് A ട്രാൻസ്പോസ് A. ഇപ്പോൾ BA മൈനസ് AB എന്ന നെഗറ്റീവ് നിങ്ങൾ പുറത്തേക്ക് എടുത്താൽ ഈ മൈനസ് ഓഫ് AB മൈനസ് BA എന്ന് എഴുതാം. സോ ഇത്ര കിട്ടിയാൽ നമ്മൾ പ്രൂവ് ചെയ്തു എന്താണ്? ദിസ് ഈസ് ദ മാട്രിക്സ്, റൈറ്റ്? ദിസ് ഈസ് ദ മാട്രിക്സ്. അതിന്റെ ട്രാൻസ്പോസ് എന്ത് കിട്ടി? അതിന്റെ നെഗറ്റീവ് മാട്രിക്സ് ആണെന്ന് മനസ്സിലായി. സോ സ്ക്യൂ സിമെട്രിക്കിന്റെ പ്രോപ്പർട്ടിയാണ്. ഓപ്ഷൻ 3 നമുക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഡിറ്റർമിനന്റ് ഓഫ് A തന്നിട്ടുണ്ട്. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് K? ഡിറ്റർമിനന്റ് ഓഫ് K നിങ്ങൾക്ക് ഒരു ഫോർമുല ഉണ്ട്, K raised to n into ഡിറ്റർമിനന്റ് ഓഫ് A. എന്താണ് ഇവിടുത്തെ? K is equal to 2. ഓർഡർ ഓഫ് മാട്രിക്സ് വന്നിട്ടുണ്ട് 2 raised to 4 into ഡിറ്റർമിനന്റ് ഓഫ് A. ഡിറ്റർമിനന്റ് ഓഫ് A എത്രയാണ്? ദാറ്റ് ഈസ് ഗിവൺ 4. സോ 2 raised to 4 16 into 4 64 ആൻസർ വരും. 64 ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് മാട്രിക്സസിന്റെ ഓർഡേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓർഡേഴ്സ് കാണുന്നതാണ്. എങ്ങനെ ഓർഡർ കണ്ടുപിടിക്കാം? ഓർഡർ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് നോക്കണം? ഫസ്റ്റ് മാട്രിക്സിന്റെ കോളവും സെക്കൻഡ് മാട്രിക്സിന്റെ റോയുമാണ് ഈക്വൽ ആവേണ്ടത്. ഓക്കെ, സോ ഈ 2 എന്തിന് ഈക്വൽ ആയിരിക്കണം? Xന് ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്ക് കിട്ടുന്ന മാട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ഫസ്റ്റ് മാട്രിക്സിന്റെ റോ ഇൻറ്റു വാട്ട് ഈസ് ദ റിസൾട്ടന്റ് മാട്രിക്സ് ഓർഡർ? 3/y ആയിരിക്കും. അതിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3/1 ആയിരിക്കും. സോ y ഈക്വൽ ടു എത്രയാണ്? 1, x is equal to 2. So option 2 is the answer. Okay.